ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത റൗണ്ടിൽ ബ്രസീലിന്റെ എതിരാളികൾ ആരായിരിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അവരുടെ ആരാധകരുള്ളത്. നെതർലാൻഡ്സോ ജപ്പാനോ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ. ഈ രണ്ട് ടീമിൽ ഏത് ടീമിനെ കിട്ടിയാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം മികച്ച ഫോമിൽ കളിക്കുന്ന രണ്ട് ടീമുകളാണ് നെതർലാൻഡ്സും ജപ്പാനും. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ പൗലോ വിനീഷ്യസ് കൊയ്ലോയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെതർലൻഡ്സിനെ കിട്ടിയാലും ജപ്പാനെ കിട്ടിയാലും ബ്രസീലിന് പ്രശ്നങ്ങൾ ഒന്നുമില്ല. CBFO കാർലോ ആഞ്ചലോട്ടിയോ ഭയപ്പെടുന്നില്ല എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അടുത്ത റൗണ്ടിൽ നെതർലൻഡ്സിനെയോ ജപ്പാനെയോ നേരിടേണ്ടി വരുന്നതിൽ CBFനും ആഞ്ചലോട്ടിക്കും ഇപ്പോൾ ഭയമൊന്നുമില്ല. ഏത് ടീമിനെയും തോൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ബ്രസീൽ ടീമിന്റെ വിശ്വാസം. വേൾഡ് കപ്പ് പുരോഗമിക്കുന്നതിനനുസരിച്ച് ബ്രസീൽ കൂടുതൽ സ്ട്രോങ് ആകുമെന്നും ആരെയും നേരിടാൻ സജ്ജമാകുമെന്നുമാണ് ആഞ്ചലോട്ടിയുടെയും അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫിന്റെയും ഒരു വിലയിരുത്തൽ. നിലവിൽ ബ്രസീൽ അത്ര ഒരു മികച്ച ഫോമിലല്ലെന്ന് ഈ ഇറ്റാലിയൻ പരിശീലകൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ടീം കൂടുതൽ ശക്തമാകും എന്നാണ് ആഞ്ചലോട്ടി വിശ്വസിക്കുന്നത്. ഇതാണ് പൗലോ വിനീഷ്യസ് കൊയ്ലോ ഇപ്പോൾ UOLന്റെ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അതായത് ആഞ്ചലോട്ടിക്കോ ബ്രസീലിനോ CBFനോ ഭയമില്ല. ആരെ കിട്ടിയാലും മുന്നോട്ട് പോകാൻ കഴിയും. ആരെയും തോൽപ്പിക്കാനുള്ള ഒരു ശക്തി തങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ബ്രസീൽ വിശ്വസിക്കുന്നത് എന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരം ബ്രസീലിന് മറികടക്കേണ്ടതുണ്ട്. എതിരാളികൾ സ്കോട്ട്ലാൻഡ് ആണ്. ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ബ്രസീലിന് ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം സ്വന്തമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.